മതി മോളെ, വന്നെന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്ക്. അമ്മച്ചി പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത്? ഞാൻ എൻട്രൻസ് എഴുതുന്ന കാര്യം ഇപ്പോഴും അമ്മച്ചിക്ക് ഇഷ്ടമല്ലാത്ത പോലെ. എന്താ മോളെ നീ പറയുന്നത്? നീ പഠിക്കുന്നതിൽ അമ്മച്ചിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പരീക്ഷ പാസ്സായാൽ പിന്നെ മേൽപോട്ട് പഠിക്കേണ്ടി വരും. അതിനൊക്കെ കാശ് എത്രയെന്ന് വെച്ചാ? എൻ്റെ മോളെ ഒരുപാട് പഠിപ്പിക്കണമെന്നും നല്ല നിലയിൽ എത്തിക്കണമെന്നുമൊക്കെ അമ്മച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ? കടം മേടിച്ചതിൻ്റെയൊക്കെ കണക്കോർക്കുമ്പോൾ നെഞ്ചിലാദിയാ. ചൊവ്വുള്ളൊരപ്പനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കിടന്ന് വിഷമിക്കില്ലായിരുന്നു. നമ്മുടെ അപ്പനേക്കാൾ എത്രയോ ഭേദമാ വേലായുധനാശാൻ. കുടിക്കുമെങ്കിലും ഉള്ളിലൊരു നന്മയുണ്ട്. അതുപോലും നമ്മുടെ അപ്പനില്ലല്ലോ മോളെ. സാരമില്ലെന്നേ, ഞാൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ. ബാ നമുക്ക് ഊണ് കഴിക്കാം. അമ്മച്ചി, ആശാന്റെ കുറ്റം മിട്ടുവിനോട് പറയണ്ടായിരുന്നു. ഞാനെന്ത് കുറ്റം പറഞ്ഞു? ഓ, അപ്പനെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന കാര്യമേ അത് വേണ്ടായിരുന്നു. അപ്പൻ ചീത്ത വിളിക്കുമ്പോഴൊക്കെ ഞാൻ ആശാന്റെ വർക്ക്ഷോപ്പിലിരുന്നല്ലേ പഠിക്കാറുള്ളത്. അതല്ലേ അമ്മച്ചി പറഞ്ഞത് ആശാന്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന്. നമ്മുടെ അപ്പം വരുത്തി കൂട്ടുന്നതിനൊക്കെ ആ പാവം കൂടി തൂങ്ങണം. അതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വന്നത്. എന്നാലും മിട്ടുവിനോട് അങ്ങനെ പറയണ്ടായിരുന്നു. ആശാ വരുമ്പോ ഇച്ചിരി എരിവ് കൂട്ടി പറഞ്ഞാലോ? ഹേയ്, ആ പയ്യൻ അത്രക്കാരനൊന്നും അല്ല. അത് അമ്മച്ചിക്ക് എങ്ങനെ അറിയാം? ഒരാളെ കണ്ടാൽ അറിയാടി. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ, എന്തേലും ആവട്ടെ, നീ വാ ഊണ് കഴിക്കാം. എവിടാ പാന്ന പൂസാൻ? അയാളോട് പറഞ്ഞേരെ ദേവിക്ക് ജാമ്യം കിട്ടിയെന്ന്. പോലീസ് സ്റ്റേഷൻ കുറെ അമ്മച്ചി, അപ്പച്ചൻ വർക്ക്ഷോപ്പിൽ ഒന്ന് വഴക്കുണ്ടാക്കാൻ തോന്നുന്നു. ആ മനുഷ്യൻ ആർക്ക് സ്വൈരം കൊടുക്കുമെന്നാ തോന്നുന്നത്. നീ വാ. കേട്ടടാ, കിടന്ന് കുറയ്ക്കാതെ. ബേബിക്ക് മത്ത് പിടിച്ചെന്ന് എനിക്കറിയാം. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അപ്പുറത്ത് പോയി ഒളിച്ചിരിക്കായിരുന്നു. ബേബിക്ക് ആരുടെ അവതാരത്തിന്റെ ആവശ്യമില്ല. എനിക്ക് നല്ല പിടിയുണ്ട് മോളില്. ആശാന് ഇതുവരെ മനസ്സിലായാലും തോന്നുന്നു. പിന്നെ നിന്റെ പിടിക്കിച്ചിരി ഊക്ക് കൂടുതലാ. എടാ, മാനവ മര്യാദക്ക് ജീവിക്കാൻ നോക്കണം. എണ്ടി തിരിഞ്ഞങ്ങനെ നടക്കുവാ. നിന്നോളം വളർന്നൊരു മോളില്ല നിനക്ക്. ഇങ്ങോട്ട് മാറിക്കേ. അതേ, സൃഷ്ടിച്ചാ മാത്രം പോരാ, ഉണ്ണാനും ഉടുക്കാനും അല്പം മനസ്സമാധാനം കൊടുക്കണം. തന്തയാന്ന് പറഞ്ഞ് നടക്കുക. ആശാനെ, ആശാൻ എന്തിനാ ഈ കാലമാടനോട് സംസാരിക്കുന്നത്? കയ്യോക്കുള്ളവരുണ്ടല്ലോ ഇവിടെ. ആ ചെകിട്ടത്തൊന്ന് കൊടുത്തിട്ട് പുറത്തിറക്കി ഇവിടെ ഇയാളെ. മോളെ, നീ ഇവരുടെയൊക്കെ ധൈര്യത്തിലെ കിടന്ന് വിളയുന്നെന്ന് എനിക്ക് അറിയാം. നിന്നെ ഭൂമിക്ക് വേണ്ടി വെച്ചക്കത്തിലടി. കുറച്ച് നാളായി ഇതേ സഹിക്കുക. എന്റെ നാശം കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുക. മാറടി. വർക്ക്ഷോപ്പിലെ കൂത്താട്ടം കുറെ കാലമായി നിന്നെ സഹിക്കുന്നത്. മാറിക്കടി. നിന്നെ കൊന്നാലും എന്നോട് ആരും ചോദിക്കത്തടി. മാറിക്കട അങ്ങോട്ട്. വേണ്ട, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കി ഈ കൈ ഒന്നുകൂടി പൊക്ക്. പൊക്കിയാ നീ എന്ത് ചെയ്യടാ? നിന്നെ പച്ചയ്ക്ക് കൊത്തി നുറുക്കും ഞാൻ. എന്താ സംശയമുണ്ടോ? പെണ്ണുങ്ങളെ തല്ലുള്ള ശീലം തനിക്കുള്ളൂ. നല്ല ആണുങ്ങളെ താൻ കണ്ടിട്ടില്ല. താൻ വലിയ തന്റെ അടിയല്ലേ? പൊക്കടാ. ഇന്നു മുതൽ ഈ മുഖം ബേബി മറക്കില്ലടാ. ഓർത്തു വെച്ചോ. ദേ, ഈ മുഖം കൂടി. ബേബി നിന്നെ ഒന്നും പേടിച്ചു പോവല്ലടാ. നമ്മൾ നേർക്കുനേറൊന്ന് കാണും. ആശാന്റെ പുതിയ അവതാരത്തോട് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. നിന്നെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? നീ പണ്ട് മണ്ണപ്പിച്ചുണ്ട കാര്യം പറയണോ? പോടാ പോടാ അവിടുന്ന്. നീ പോ. മോളെ, 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 മാറിക്കടാ. മോളെ, മോളെ, ആശാനെ, എന്റെ മോളെ.
ശ്രദ്ധിച്ചില്ലല്ലോ. വിട്ടു, നീ പോയി വണ്ടി വിളി. വണ്ടി വിളിക്കടാ. വേഗം പിടി. എന്തായാലും കർത്താവ് തുണച്ചു. 6 സ്റ്റിച്ചുണ്ടെന്നല്ലാതെ മറ്റൊന്നും എൻ്റെ മോൾക്ക് സംഭവിച്ചില്ലല്ലോ. വീണ് കഴിഞ്ഞ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അയാൾ സ്നേഹമുള്ളതല്ലേ അമ്മച്ചി? നിന്റെ അപ്പച്ചൻ മാത്രം കണ്ണി ചോരയില്ലാത്തവനായിപ്പോയി. ഊരും പേരും അറിയാത്ത അയാൾ വലിയ കാരുണ്യമാ കാട്ടിയത്. എന്താ അമ്മച്ചി അപ്പച്ചന് നമ്മളോടൊത്ര ശത്രുത? ഞാനിപ്പോൾ വീടും സ്ഥലവും വിൽക്കാൻ തടസ്സമാണെന്നല്ലേ പറയുന്നത്. കടം വീട്ടാതെ പലിശ കയറി മൂടിയുന്നു, ഇത് സത്യം. പക്ഷെ ബാങ്കുകാരുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും വസ്തു പോകാതെ കഴിച്ചു കൂട്ടാനാ ഞാൻ വിചാരിക്കുന്നത്. അയാൾ അത് വിറ്റു തുലച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാവും മോളെ. മദ്യക്കച്ചവടത്തിൽ ഏർപ്പെട്ടതുകൊണ്ടല്ലേ കേസ് വന്ന് ജാമ്യത്തുക അടക്കം കോടതിയിൽ കാശ് കെട്ടിവെക്കേണ്ടി വന്നത്. ഒന്നും നമ്മളായിട്ട് വരുത്തിയതല്ലല്ലോ. ഇതൊന്നും ഒരു കാരണമല്ല അമ്മച്ചി. സ്നേഹമുള്ളൊരപ്പൻ്റെ മകളെ വളരാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നില്ല. ഏറെ സ്നേഹം തന്നൊരു അച്ഛനമ്മയും കുഞ്ഞുനാൾ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതും ഒരു ഭാഗ്യക്കേടായി വേണമെങ്കിൽ കാണാം. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാ. ഇയാൾക്ക് തൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം പോരെ ജീവിതത്തിൽ വെളിച്ചമേകാൻ. നമ്മൾ പറയില്ലേ സ്വർഗത്തിലെയും നരകത്തിലെയും കഥകൾ, അതുപോലെ ദൈവം ഈ കൂട്ടർക്ക് അങ്ങനെ ഒരു വിധി നടപ്പാക്കും. അതൊരു സത്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാമെന്ന് കരുതണ്ട. മോൻ്റെ വീട് എവിടാണെന്ന് പറഞ്ഞില്ലല്ലോ. പരിചയപ്പെടാനുള്ളൊരവസ്ഥയിലായിരുന്നില്ലല്ലോ നമ്മൾ. അതുകൊണ്ട് ചോദിച്ചതാ. പുതുശ്ശേരിക്കാവ് കേരളത്തിന്റെ വടക്കൻ പ്രദേശത്തുള്ളൊരു ഗ്രാമം. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ പെങ്ങക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന്. അച്ഛനും അമ്മയും എങ്ങനെയാ നഷ്ടപ്പെട്ടെ? അവര് മാത്രമല്ല, എൻ്റെ ഏട്ടനുണ്ടായിരുന്നു. പറയുമ്പോൾ എനിക്കെൻ്റെ പെങ്ങളെ കാണുമെന്ന് തോന്നും. അതങ്ങനെയാ. മോളെ ആശാൻ വന്നല്ലോ. എന്നാ ഞാനങ്ങോട്ട്. നീ എവിടെ പോവാ? നീ എവിടെ നിൽക്ക്. മോളെ 2 ദിവസം കഴിഞ്ഞ് വിടാന്നല്ലോ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നീ ഇവിടെ കാണണം. സാരമില്ല, അമ്മച്ചി ഇവിടെ ഉണ്ടല്ലോ. വീണപ്പോഴേ എടുത്തോണ്ട് ഓടാൻ ഈ ചെക്കനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പോകാനോ? കാര്യം കഴിയുമ്പോ ഈ മൂട്ടിലെ പൊടി തട്ടിക്കളയുന്നതേ അവരടി വേണ്ട. കണ്ടോ അമ്മച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞതാണോ? അതവിടെ ഒരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വെച്ച് പറഞ്ഞതല്ലേ. അയ്യോ, അത് എവിടെ നിന്നൊന്ന് പറഞ്ഞേ. അവിടെ. ഓ, അവിടെ. അപ്പൊ അങ്ങനെയായല്ലേ. അവനൊരു സൽപ്പേരുണ്ട്, അത് നിനക്കറിയാമോ? സൽപ്പേരോ? എനിക്കോ? സൽപ്പേര് രാമൻകുട്ടി. ശരൺ 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 അല്ലേ? എന്തായിരുന്നു പ്രകടനം! ഹോ, സത്യം പറഞ്ഞ എൻ്റെ രോമകൂപങ്ങളൊക്കെ വഴി പോലെ അങ്ങ് എഴുന്നേറ്റ് പോയി. മത്തുവേവിയുടെ ശൗര്യമൊക്കെ പൊത്തിപ്പോയി വിളിച്ചു. വർക്ക്ഷോപ്പിൽ ഒരാള് പറഞ്ഞത് ദേ ഇപ്പോഴാ. എൻ്റെ പൊന്നുമോനെ ഉമ്മ. അത് പോട്ടെ, ആ കവറിലെ മുന്തിരി ആപ്പിളും ഉണ്ട്, എടുത്ത് തിന്നല്ലേ. അതിനകത്ത് പൈൻ്റെ വില ഇരിപ്പുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഏൽപ്പിക്കണം. അല്ലാതെ തന്നെ ഇരുന്ന് അടിച്ച് പൂസാകരുത്. ഞാൻ വരട്ടെ എന്നാ. ആശാനെ, ഓ എന്നാ? ഉടുക്കാനുള്ളതൊന്നും എനിക്ക് വിൽക്കുമില്ല. ശരൺ ഇവിടെ നിപ്പുണ്ടല്ലോ. ഞാൻ പെട്ടെന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ? മോന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ടെന്നായി പറയുന്നേ? വർക്ക്ഷോപ്പിൽ മിട്ടുകൊണ്ട്, പിന്നെ പപ്പന് പുറത്തിച്ചിരി പണിയുണ്ടെങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞാനും ഇപ്പൊ അങ്ങോട്ടല്ലേ പോന്നേ. നമുക്ക് ഒന്നിച്ചിറങ്ങാം. ശരണേ, മോളുടെ കാര്യം ഒന്ന് നോക്കിക്കോണം. ശരി അച്ഛനെ. എന്നാ വാ മോളെ, എടുത്ത് കഴിച്ചോണം. ശരീരമൊക്കെ മൂക്കുറ്റി പോലെ വരട്ടെ. ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും. ഒന്ന് മയങ്ങിക്കോ, നല്ല വേദന ഉള്ളതല്ലേ. എൻ്റെ അപ്പച്ചൻ ചതിയനാണ്, സൂക്ഷിക്കണം. ഞങ്ങൾ കാരണം നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതൊന്നും ഓർത്തില്ല, എന്നെ വിഷമിക്കണ്ട. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ തൻ്റെ അമ്മയെ അയാള്. എനിക്കും അമ്മച്ചിക്കും ഇപ്പം അതാ പേടി. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ ഒന്നും അറിയാത്ത നിങ്ങൾ. ജീവനിൽ എനിക്ക് പേടിയില്ല കുട്ടി. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സംഭവിക്കും. ദൈവത്തിന് വിധി എന്താണെങ്കിലും അതേ നടക്കൂ. ലത